ഇന്ന് ഡെസ്ട്രോ 3 പിക്ക് എടുക്കോ ഇല്ലയോ? ഇന്ന് ഡെസ്ട്രോ 3 കിൽസ്. ഡെസ്ട്രോ 3 കിൽസ്. അതൊരു ടൈം ലിമിറ്റ് ഒന്ന് കൂട്ടണേ. അല്ല നമുക്ക് 30 മിനിറ്റ് കൊടുക്കാം. ടൈമർ വന്നേട്ടാ 40 സെക്കൻഡ്സ് വന്നേ. ഓപ്ഷൻ 1 എസ് 40 സെക്കൻഡോ? സെക്കൻഡ്സ് വന്നു. ടർഫ് സ്റ്റാർട്ട് ആയോ? 40 സെക്കൻഡ് 30 സെക്കൻഡ്. ഓക്കെ. സ്റ്റാർട്ട് പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അല്ല ഇവിടെ ആർക്കും പോയിന്റ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇതേ ഉള്ളു കേട്ടോ, ആർക്കും പോയിന്റ് ഇല്ല ഇവിടെ. അങ്ങനെ പോയിന്റ് കുറവല്ലേ എല്ലാവർക്കും? പോയിന്റ് ഇല്ലല്ലോ, 10 ഉള്ളു എല്ലാവർക്കും. ഇല്ല കാണിക്കൂല. ആ ബോട്ട് ആഡ് ചെയ്തിട്ടില്ല. അല്ല എനിക്ക് പ്രഡിക്ഷൻ വന്നില്ലല്ലോ. ആരാണ് ടീംസ് എടുക്ക പോയ ആരാണ്? അതാ പോയിന്റ് ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ G47. ഇത് എത്ര വണ്ടിയുണ്ട്? ഇത് എങ്ങനെയുണ്ട്? ഞാൻ പ്രഡിക്ഷന്റെ പോയിന്റ് കാണാൻ എങ്ങനെ ഇരിക്കും? നോക്കി ഇവിടെ ഉണ്ടല്ലോ, അതെ വെള്ളി കളറിലിരിക്കും. എത്ര പേരാ? 14,700 പോയിന്റ്സ് എസിലും 10,000 പോയിന്റ് നോയിലും. 15,000 പോയിന്റ്സ് എസിലും വന്നിട്ടുണ്ട് കേട്ടാ. നമുക്ക് നോക്കാം. എല്ലാരും വോട്ട് ചെയ്യട്ടെ. വന്നിട്ടുണ്ട് അവര് ഈ ഒരു ഏരിയ. ബാക്കി ഒറ്റക്ലിക്ക് അവരോട് വരുമല്ലോ. 4 വണ്ടി ഇവിടെ ടീംസിന്റെ ഓൾറെഡി ഈ ഒരു ഏരിയയിലുണ്ട്. ബോണസ് പോയിന്റ് അവർ എടുത്തോട്ടെ. കറന്റ് ടീമിന്റെ 12 പേർ സോണിലും T47 ആരും സോണിലോട്ട് കയറിയിട്ടില്ല. T47 ഒരു വണ്ടി താഴോട്ട് വെക്കാം എന്റെ ഫേസ് ക്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഫേസ് ക്യാം കൂടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അല്ല എന്നാലും 2 സൈഡ് ഫില്ലായി പോടാ. ഓക്കെ, വീണ്ടും ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഫ്ലെക്സർ ജോഡക്സ് ഓക്കെ അല്ലേ? ടീം അടിച്ചേർന്നോ? കിക്കിന്റെ ലോഗോയും കൂടെ മോളിലോട്ട്. ഉപേക്ഷിച്ചിട്ട് പ്രഡിക്ഷൻ അടിക്കണ്ട, സ്ലാഷ് പ്രഡിക്ഷൻ അടിക്കണ്ട. ചില്ല മേളിലും നിങ്ങൾ റീഫ്രഷ് ചെയ്താൽ മതി. പ്രഡിക്ഷൻ അടിച്ചാലൊന്നും വരൂല. ചില്ല ടഫാണ്. ഇതാണ് ഞാൻ ഇതൊന്നും ആഡ് ചെയ്യാത്ത. ചാറ്റ് പിന്നെ കാണാൻ ഒരു രസം ഉണ്ടാവൂല. കളിക്കുന്ന പ്ലേയേഴ്സിന്റെ സ്ലാഷ് ഇല്ല, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. 3 ഞാൻ ഒന്നുകൂടെ പറയുക, ടർഫ് നമ്മുടെ പോയാല് ഞാൻ വേറൊരു ടർഫും ടിവിയെ നോക്കത്തില്ല. ഈ ടർഫ് തിരിച്ചടിക്കാൻ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. ടർഫ് ടിവിയുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയാം, നമ്മൾ വേറെ ടർഫ് നോക്കുന്നില്ല, ഈ ടർഫ് തന്നെ നോക്കുന്നുള്ളൂ. ഈ ടർഫ് തന്നെ കളിക്കാനാണ് നമുക്ക് താല്പര്യം. ഈ ടർഫ് പറ്റുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ഇത് ഡിഫെൻഡ് ചെയ്യും. ഇതിന്റെ കൂടെ നമ്മൾ ഒരു ടർഫ് കൂടെ നോക്കുന്നുണ്ട്. ഇത് നമ്മുടെ പോയാലും ഇത് ഞാൻ തിരിച്ചടിച്ച് തരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇതിപ്പോ സോൺ റൊട്ടേഷൻ ഒന്നും പറയാൻ പറ്റില്ല. കളിക്കുന്നവർ കളിക്കും. പേരെന്തുവായിരുന്നു? പാർക്കിങ്ങിലോട്ടാണ്. പാർക്കിംഗ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അപ്പേ മോബി അവിടെ ഇറങ്ങി ഒരു ഫയർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്ന് തോന്നുന്നു. ചോര തെറിച്ചല്ലോ അവിടെ. കേട്ടെ മോബി 20 FPS ഇറങ്ങി മറ്റേ അടിക്കാനൊക്കെ ഉള്ള പരിപാടി കേട്ടാ. എന്തോ കൊടുത്തത്? ക്യാം വലുതാണോ? ബ്രാവോടെ ക്യാം അത്ര തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ അതില് താഴെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്യാമറ ഭയങ്കര വൃത്തികേടായിട്ട് വരും. അതുകൊണ്ടാ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. 18K വാച്ചിങ് ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഓക്കെ, കറന്റ്ലി അവര് മറ്റേ നോക്കിയുടെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അറ്റാക്കിംഗ് പൊസിഷനിലോട്ട് ഡ്രാഗ് ചെയ്യാവളെ. അതായത് മറ്റേ റിപ്പയറിങ്ങിനവിടെ കേട്ടോ. ഓക്കെ, T47 ഈ ഒരു ഏരിയാസ് അവര് വണ്ടി ഇട്ട് ഹോൾഡ് ചെയ്യാണ്. ആരാ? ബ്രാവോക്ക് PL നോക്ക്.
ഇങ്ങേർക്ക് മാത്രം എന്തോ സെർവറിൽ മറ്റേ ഫസ്റ്റ് കയറി ഇരിക്കാനുള്ള സാധനം എന്തോ സെറ്റ് ചെയ്തേക്കോ. നമ്മളൊക്കെ ഏതോ കുന്നുങ്ങള സെർവറിലും ഇങ്ങേര് പറ്റി കിടില സെർവറിലും. ഇങ്ങേർക്ക് കയറാനുള്ള സെർവറാണ് ഇയാൾ മാസം പൈസ വെച്ചിരിക്കുന്നത്. കള്ളനല്ലേ ഇങ്ങേരൊക്കെ. നമ്മൾ നോർമൽ ആ ഒരു ഡിഫൻസ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. 4 പേര് ചന്ദ്രന്റെ ബിൽഡിംഗ്. അതെന്താ 4 പേര് ചന്ദ്രൻ T47 കളിച്ച അതേ 3 ബിൽഡിങ്സ് തന്നെയാണ് TVM ആ ഒരു ഡിഫൻസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കറന്റ് സിനാരിയോസ് വണ്ടികൾ റൊട്ടേഷനിലാണ്. T47 പ്ലേ ഗ്രൗണ്ട് ഏരിയ ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അവരുടെ 4 വണ്ടി ഈ ഒരു ഏരിയ, അവരുടെ ഒരു വണ്ടി അവരുടെ കത്തിപ്പോയ പ്ലെയറിനെ പിക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. പോയോ അവിടെ ഉണ്ട് കത്തിപ്പോയ അവരുടെ വണ്ടി അവിടെ. ഒരു സോൺ ഷിഫ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ സോൺ ഷിഫ്റ്റ് അല്ല, സോൺ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത് എന്നൊരു 3 മിനിറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. എനിക്ക് ഇതാ 35 PL അവന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ. നീല് കേറിയോ? നീല് കളിക്കുന്നുണ്ടോ? നീലാണ് ഇറ്റാച്ചിയാണ് കളിക്കുന്നത്. ഇറ്റാച്ചി അല്ലേ? അവന് കേറാൻ പറ്റുന്നില്ല കേസാണ്. അവരുടെ ആ ഒരു വണ്ടി നാലാമത്തെ വണ്ടി അഞ്ചാമത്തെ വണ്ടി അവിടെ പോയി. 5ാമത്തെ വണ്ടി ഇനിയും എത്തിയിട്ടില്ല. അവരുടെ 4ാമത്തെ വണ്ടി ഈ ഒരു ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ്. അവര് അവർ ഈ ഒരു അഗ്രസീവ് പുഷിലോട്ട് അവർ കടന്നു ടാക്സി ബിൽഡിങ്ങിലോട്ടാണ് വന്നിറങ്ങിയിരിക്കുന്നത്. അവരുടെ നോക്കിയ W ആ ഒരു ആംഗിളിലോട്ട് എത്തിയിട്ടുണ്ട്. അല്ല ഞാൻ പറയണെന്ന് ഇവിടെ ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ പണിയായി. അവര് ഡിഫെൻഡിങ്, നമ്മൾ അറ്റാക്കിങ്. ഈ വണ്ടിയുടെ ടയർ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കറന്റ് സിനാരിയോയിൽ T47 2 വണ്ടികൾ അല്ലെങ്കിൽ 3 വണ്ടികൾ പ്ലേ ഗ്രൗണ്ട് ഏരിയയിലും. വീണ്ടും ഒരു ടയർ നഷ്ടപ്പെട്ടൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. 2 വണ്ടികൾ പ്ലേ ഗ്രൗണ്ട് ഏരിയയിലുമായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്ത് നല്ലൊരു ഏരിയ അവർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഏരിയ കൺട്രോൾ ഇപ്പോൾ T47 ആണ് കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരാൻ പോകുന്നത്? ഇനി ഒരു 1 മിനിറ്റ് 32 സെക്കൻഡിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് എങ്ങോട്ടാണ് തോന്നുന്നത്? ഈ സോൺ ഷിഫ്റ്റ് എങ്ങോട്ട് പോകും? പോയാൽ നമ്മൾ വീണ്ടും അടിച്ചെടുക്കും, അത്രേ ഉള്ളൂ. ഈ ടർഫ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് നിനക്ക് തന്നെ കാണാം. അപ്പോട്ടാ ഇതിങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ചടങ്ങാണിത്, മനസ്സിലായ? ഈ ഒരു ജമ്പ് ചെയ്ത് അതിന്റെ മണ്ടക്കോട് കേട്ടിച്ചു. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വെൽ ട്രൈഡ്. ഒന്നുകൂടെ കറങ്ങി വരും. ഈ വണ്ടി മുകളിൽ കയറ്റുന്ന പരിപാടി നമ്മൾ ഇല്ലെന്ന് തന്നെയല്ലേ പറഞ്ഞത്? കാരണം ബ്രോ കേവലം മറ്റേ പോയിന്റിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പ്രഡിക്ഷനും പറയുന്നു ഇടാത്തത്, മനസ്സിലായ? ജാമായി കേട്ടോ. സോണ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. നമ്മുടെ കോമൺ വണ്ടി തന്നെയല്ലേടാ അത്? പോക്ക് കേട്ടാ അത്. ഇവിടെയുള്ള പല ഗ്യാങ് വണ്ടിയെക്കാളും അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, മൊത്തത്തിൽ TVക്ക് അൺഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സോണാണ് വന്നിരിക്കുന്നത്. എന്റെ പൊന്നേ, TVക്ക് മൊത്തത്തിൽ അഡ്വാൻറ്റേജ് നഷ്ടമായിരിക്കുകയാണ് ഡിഫെൻഡിങ്ങിന്റെ. കറന്റ്ലി സോണിന്റെ കൺട്രോൾ ഉള്ളത് T47 കയ്യിലാണ്. നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷനിലാണ് T47 കറന്റ്ലി ഈ ഒരു സോണിൽ നിൽക്കുന്നത്. ഇത് എങ്ങനെ TVയെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ സോൺ കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് ഈ എന്റെ ഈ ടർഫില് നമ്മൾ ഈ ഇതിനകത്ത് കിട്ടി ഒരു കളി പോലും നമുക്ക് സോൺ കിട്ടിയിട്ടില്ല. ഒരു കളി പോലും, ലിറ്ററലി ഒരു കളി പോലും. എന്താണ് T47 ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും T47 നെക്സ്റ്റ് മൂവ്? എന്തായിരിക്കും TVയുടെ നെക്സ്റ്റ് മൂവ് എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയിച്ചിരിക്കുന്നു. T47 ഈ ഒരു ഏരിയ കൺട്രോൾ എടുത്തിട്ടുണ്ട്. എന്താണ് T47 ചെയ്യാൻ പോകുന്നത്? കറണ്ട് കൺട്രോൾ T47 കയ്യിലാണ്. കറണ്ട് സോണും T47 കയ്യിലാണ്. എങ്ങനെയാണ് T47 ഇത് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? ഈ മേളിരിക്കുന്ന വണ്ടിക്ക് എന്ത് പറയും? ടാക്സി ബിൽഡിങ്ങിന്റെ വണ്ടി കയറ്റിക്കൂടുന്നുണ്ടെന്നാ ഓൾറെഡി ഇൻഫ്ലുവൻസ് 78 ആയി.
തൽക്കാലം അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കാം. അല്ല അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്, അവർക്ക് അടിക്കാനായിട്ട്. അണ്ണാ മേളിലിട്ടൂടെ FRP വരും. എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ടിവിയുടെ വണ്ടി റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓ നല്ലൊരു ബിറ്റ് ഫ്രം ദാമു പി ആ വണ്ടിക്ക്. ബട്ട് അവര് നല്ലൊരു സ്പ്രേ. എങ്ങനെ ബ്രോ മണമുണ്ടോ? ജമ്പ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? 4 പേരാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഇറ്റാച്ചി ആ ഒരു ഏരിയയിൽ വരുന്നു. കാല് തന്നെ മേളിൽ കയറി എന്താണ് TVA ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ വീണ്ടും അടിച്ചെടുക്കും, അത്രേ ഉള്ളൂ. ചിൽ, നമ്മൾ അടിച്ചെടുത്ത് തന്നില്ലേ, തിരിച്ച് അതേപോലെ നമ്മൾ അടിച്ചെടുക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസം നമുക്ക് ഈ സോൺ ഡിസഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മളെ. ഇതിപ്പോ KVക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുമല്ലോടാ. അവരെന്നോട് ടർഫിന് മുന്നേ ചോദിച്ചു വണ്ടി അവർക്ക് ചടിച്ച് കയറ്റാമെന്ന്. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു തുടങ്ങിയിട്ട് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന്. ഇത് അങ്ങനെ ഇടരുതെന്ന് പറഞ്ഞാൽ മതി. അവിടുത്തെ മൂവിയാണെന്ന് പറഞ്ഞാൽ മതി. ബിൽഡിങ്ങിന്റെ മേളിൽ വണ്ടി ഹോൾഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ 2 minutes ഹോൾഡിൽ പറ്റത്തില്ല. വൺ വേ ബ്ലോക്ക് ആക്കിയേക്കുക. അത് എനിക്ക് അറിഞ്ഞൂടാ. ആ റൂളൊന്നും എനിക്ക് അറിഞ്ഞു. ആ സൈഡിൽ നിന്ന് ഓടി വരുമ്പോഴാണ് അവിടെ നിന്ന് ആ വണ്ടിയുടെ കവർ വെച്ച് അടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. എന്താന്ന് അത് റൂളാക്കിയിട്ടേ ഇനി. എടാ എല്ലാം എഴുതിയിടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടൊരു സിനാരിയോ ആണ്. ഇൻഫ്ലുവൻസ് 50. എടാ നമ്മുടെ ടിവിയിൽ ആൾക്കാർ ആരും സോണിനകത്തില്ല. അതുകൊണ്ടാണ് അവർ സോൺ എടുത്ത് ഓൾറെഡി മനസ്സിലായോ? അതുകൊണ്ടാണ് അവരിപ്പോ ഇതിനു വേണ്ടി കളിക്കും. ഇപ്പൊ തിരിച്ചു കയറണം. 38 ഉണ്ടോ? 38 ഇൻഫ്ലുവൻസ്. ആ ഒരു ഏരിയാസിൽ നിന്ന് വണ്ടി എടുത്ത് ഭയങ്കര സ്പീഡിൽ പോയല്ലേ? കാരണം ഒരാളെ ഉള്ള T47 കയ്യിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിന്റെ ഒരു കൺട്രോൾ T47 ഇപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലാണ് ഇപ്പോൾ കറന്റ് ഈ ഒരു സോണിന്റെ ഭൂരിഭാഗം ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെ TV ക്യാപിറ്റലൈസ് ചെയ്ത് തിരിച്ച് ഒരു കംബാക്ക് അടിക്കുന്നത് നമുക്ക് കണ്ടു എന്നറിയാം. നിൽക്കുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കറന്റ് 26% മാത്രമാണ് T47 സൈഡിലോട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ കറന്റ് 24% മാത്രമാണ്. അതാണ് നടക്കാൻ പോണത്. 89 പേര് ആ ബിൽഡിംഗിൽ 22% മാത്രമാണ് ഇൻഫ്ലുവൻസ് ഉള്ളത്. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ TVയുടെ കയ്യിൽ നിന്നും ഈ ഇൻഫ്ലുവൻസ് മൊത്തത്തിൽ നഷ്ടപ്പെടുന്നതായിരിക്കും. ഇതിപ്പം ടാക്സി ബിൽഡിങ്ങിലുണ്ട്. ഓക്കെ, ഇവിടെ വിസ്ഡം ആൻഡ് അസൻസിയോ പുഷ് ചെയ്ത് അവിടെ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട് ഇറ്റാച്ചിക്ക്. ഈ ഇറ്റാച്ചി അവിടുന്ന് വണ്ടി ആ ഒരു ഏരിയ തന്നെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയത്തിലാണ് എന്ന് തോന്നുന്നു. അവരെല്ലാം ഈ ബിൽഡിംഗ് ഉണ്ട്. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? ഈ 3 ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത്. അമ്മേ, ഒരു സോണോട് ഇല്ലേ, അതോടെ നോക്കിയിരിക്കുകയായിരിക്കും. ഓക്കെ, ഇറ്റാച്ചി ഈ ഒരു ഏരിയയിൽ നിന്ന് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സോൺ ചെറിയുമ്പോ അവിടുന്ന് വലുതായ ഈ ഒരു ആംഗിൾ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ആംഗിൾ ഹാർഡ് റഷ് ചെയ്തിട്ടുണ്ട് TVA. ഈ ഒരു ആംഗിൾ ഒരു ഹാർഡ് റഷ് ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് TVയുടെ വക. T47 ആഷിനെ ജുഗ്രു ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ജുഗ്രു ആഷിനെ കണ്ടില്ല. ജുഗ്രു സ്പോട്ടിയോ നോക്കിയുടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ നോക്കിയക്ക്. ഓക്കെ, ആഷ് ജുഗ്രുവിന്റെ സ്പോട്ട് അണ്ണാക്കിലോട്ട് ചാടിയിട്ടുണ്ട്. ആഷിനെ ജുഗ്രു പുഷ് ഫ്രം TVA. ഓക്കെ, T47 നല്ലൊരു ആംഗിൾസ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. T47 പുതിയ ആംഗിൾസിലോട്ടാണ് അവർ വന്നോണ്ടിരിക്കുന്നത്. T47 ദാമുവിന്റെ വണ്ടി അവിടെ അടുപ്പിക്കുന്നില്ല, അത് പിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പ്രേ ലോങ്ങിലുള്ള ഈ ഒരു വണ്ടിക്കാണ് വന്നിരിക്കുന്നത്. അസൻസിയോ വിസ്ഡം ആൻഡ് നല്ലൊരു സ്പ്രേ മോബി ആ ഏരിയയിൽ ആ വണ്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കറന്റ് T47 ഈ ഒരു ഏരിയാസിലോട്ട് മാറി T47
T47 മൂന്ന് പേരെ സോണിലോട്ടുള്ളൂ. തിരിച്ച് നീ കണ്ടായിരുന്നോ? അവരുടെ പിന്നല്ലാതെ influence ഫോണിൽ TV കണ്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ താഴെ വെള്ളം കുടിക്കാൻ നല്ലൊരു സ്പ്രേ ഫ്രം അഗെയിൻ TV. ഈ ഒരു ഏരിയ മൊത്തത്തിൽ കറന്റ് TV ഞാൻ ഫോണും കൊണ്ട് അവരുടെ പോയത്. ഡിസഡ്വാൻറ്റേജ് മാറ്റി അതൊരു അഡ്വാൻറ്റേജിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. നല്ല- കറന്റ് സിനാരിയോ നല്ല അടിയായിരുന്നു. പെട്ടെന്ന് T47 കയ്യിൽ ചെയ്യാൻ നിന്നുള്ള ഒരു പറ്റുമോ? ഇൻഫ്ലുവൻസ് ഗോകു തിരിച്ച് അടിച്ച് പിടിച്ചിട്ടുണ്ട്. ജുഗ്രു ഓരോ വെക്ക്. ഇത് ഇത്ര T47 ഉള്ളടാ. ഇപ്പൊ 2 പ്ലേയേഴ്സിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഇത് തിരിച്ച് വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അടുത്ത സോൺ വരുമ്പോ ഇതിനകത്താണോ അതോ മറ്റേ പുറത്തുള്ള building പറയാൻ പറ്റില്ലടാ പറയാൻ പറ്റില്ലടാ. ടിവിയുടെ വണ്ടികൾ ഇവിടെ റൊട്ടേഷനിലാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. mostly നേരത്തെ zone- T47 കയ്യിൽ ഉണ്ടായിരുന്ന Main turfലോട്ട് പോയാലാണ് പ്രശ്നം നമുക്ക്. ടിവിയെ അല്ല ഈ ഒരു സർക്കിൾ ഇല്ലേ വീട് പുറത്ത് വരുമോ? അതിനകത്ത് തന്നെ അതിനകത്ത് തന്നെ. അകത്ത് തന്നെ 5 സെക്കൻഡിൽ 2% വെച്ചാണ് കുറയാൻ പോകുന്നത്. നമ്മൾ നോക്കിയ ടിവിയുടെ നീലനുണ്ട്, നീലനുണ്ട്, നീലനുണ്ട്. നീല ഇല്ലാത്ത, നീല ഇല്ലാത്ത, നീലനുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ വന്ന് വണ്ടി നിർത്തി നല്ലൊരു സ്പ്രേ. ആ ഒരു ഏരിയയിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ദാമു, ജോഡക്സ് അശ്വിൻ ആൻഡ് പെക്സറിന്റെ വണ്ടികളാണത്. ടയർ പോയി, ടയറും പോയി. ഓ നല്ല പമ്പര കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽപ്പ് ബാർ കാണാത്തോണ്ട് നമുക്ക് ടാഗ് കൊടുത്തെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഓർത്ത് നീ ഉണ്ടെന്ന്. വീണ്ടും പോയാ ഈ പാർക്കിൽ ഇത്രയും ഒരു ഏരിയയിലോട്ട് ചുരുങ്ങിയിട്ടുണ്ട്. T47 എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ടിവിയെ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത് നോക്കി. T47 വണ്ടി ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. സ്പോട്ട് ചെയ്തിട്ടില്ല കറന്റ് സിനാരിയോയിൽ. സ്പോട്ട് ചെയ്ത് തോന്നുന്നു. എടാ ഞാൻ ഒരു കാര്യം പറയാം. നമുക്കിവിടെ IGL പൊട്ടൻഷ്യൽ ഉള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ നീലൻ ഇല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിട്ട് എന്താ പറയാ മോബി ഉണ്ട്, ഇറ്റാച്ചി ഉണ്ട്, ജുഗ്രു ഉണ്ട്. ഞാൻ പറയാം സ്നൈപ്പ് നല്ലപോലെ കോള് വിളിക്കും. എല്ലാരും കളിക്കുന്നവരാ. അങ്ങനെ ഡിപ്പെൻഡൻസിൽ ഇപ്പം പറഞ്ഞില്ലേ, അത് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക്. ആ ഒരു സിങ്ക് ഉണ്ട്, സിനർജി ഉണ്ട്, അവർ കളിച്ചോളും. കോച്ചുണ്ട്. കോച്ചിനിപ്പോ ഏകദേശം അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ട് ടർഫിനെ പറ്റി ഇതിനെ പറ്റിയൊക്കെ. ഖാലിദിന്റെ വണ്ടിയുടെ ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇൻഫ്ലുവൻസ് ബാക്ക് ആയിട്ടുണ്ട് നമുക്ക്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് 2 മിനിറ്റ്. സോൺ ഷിഫ്റ്റ് അല്ല, എങ്ങോട്ടാണ് എന്നുള്ളത് 2 മിനിറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തൊരു സോൺ ഷിഫ്റ്റ് 20-ാം മിനിറ്റിൽ സംഭവിക്കുന്നതായിരിക്കും. കറന്റ് സിനാരിയോ ടിവിയെ അതൊരു അവരുടെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റി. T47 2 പ്ലേയേഴ്സിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. T47 ട്രെയിൻ ഒന്നും എടുക്കാൻ സാധിച്ചില്ല ആ ഒരു പിക്കിൽ. നമ്മൾ കില്ലിസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ മറന്നതുകൊണ്ട് നമുക്ക് ഈ 2 പിക്കേ കാണാൻ സാധിക്കത്തുള്ളൂ. മെസ്ബോയ് ഗോക്കു TV ആഷിനെ പിക്ക് ഓഫ് ചെയ്തു. TV ജുഗ്രു നോക്കിയനെയാണ് പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് വണ്ടി കയറി വെളി കേട്ടോ പറയണേ. എടാ വണ്ടി മേളിടാൻ പറ്റത്തില്ലേ കേട്ടോ. ഇടാൻ പറ്റത്തില്ല കേട്ടോ. ലവ് ഫ്രം MRC. താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ, T47 ഈ ഒരു ഏരിയയിലോട്ട്. ഓക്കെ, അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. നമ്മുടെ വന്നിരിക്കുന്നത്. എവിടെ നിൽക്കുന്നു അതിന്റെ ഓപ്പോസിറ്റിലോട്ടേ സോൺ പോവുള്ളൂ. ഇപ്പൊ എല്ലാം ഇവിടെ വരും. അത് എന്തൊരു കഷ്ടമല്ലേ. റേസ് ട്രാക്ക് വന്നു കൈ സോണ്. ഞാൻ പറഞ്ഞ ഇത് നമ്മളെ ഡിഫെൻഡിങ് അല്ല, ഇത് നമ്മളെ അറ്റാക്കിംഗ് ഇത് നമ്മുടെ അറ്റാക്കിംഗ് ലിറ്ററലി നമ്മൾ അറ്റാക്കിംഗ് ചെയ്യുന്നു. ഇത് നമ്മുടെ അറ്റാക്കിംഗ്. അപ്പൊ നമ്മുടെ ഫ്രീ വണ്ടി നല്ല സ്ട്രോങ് ആണല്ലേ. ഇൻഫ്ലുവൻസ് ആർക്കാണോ ഇൻഫ്ലുവൻസ് ഉള്ളത് അവരാണ് കളി ജയിക്കുക ഗൈസ്. കളിയുടെ പോക്ക്. കറന്റ് സിനാരിയോയിൽ കാരണം ടിവിക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ T47 2 പ്ലേയേഴ്സിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. T47 ആണ് അറ്റാക്ക് ചെയ്തത്. T47 ആണ് പുഷ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ടിവിയെ ആ ഒരു അഗ്രഷൻ കാണിച്ച് ഇനി ഒരു പുഷ് ചെയ്ത് കളിക്കേണ്ട ഒരു ആവശ്യം കറന്റ് സിനാരിയോയിൽ ടിവിക്കില്ല. T47 ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെ വെളിയിൽ വരുമെന്ന് നമുക്ക് മാച്ച് പോകെ കണ്ടറിയാം. അണ്ണാ സോൺ പർച്ചേസ് ആക്ക്. ഇത് എന്തേലും ചെയ്യണം. ഇൻഫ്ലുവൻസ് കൂടിയാ 88 ടിവിയൊക്കെ അല്ലേടാ. ഇതാ മണ്ടറാണ് നീ. ടിവിയുടെ 9 പേരുണ്ടെന്ന്. T47 റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് 3 പേരേ ഉള്ളൂ T47.
ഓക്കെ സോണ് ഷിഫ്റ്റ് ആയിരിക്കുന്നു ഗൈസ്. നമ്മുടെ പുതിയൊരു സോൺ ഷാവ് ഉണ്ടാ, നമുക്ക് സോൺ ഷാവ് ഉണ്ടാ ടർഫില്. കറന്റ് ഈ എഡ്ജസിലെ സോൺ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ആംഗിൾസിലോട്ടും ഓരോ പൊസിഷൻസിലോട്ടും പ്ലേയേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. T47 ഡേ ട്രാക്കിൽ നല്ലൊരു പൊസിഷൻ T47 എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 2 വണ്ടി സോൺ ഔട്ട് ആണെങ്കിലും അവർ തിരിച്ച് സോൺ ഇന്നിലോട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. അവർക്ക് ഈ ഒരു ഇവിടുത്തെ ഇല്ല ഈ ഒരു ഏരിയയിലോട്ട് T47 മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അവർ ഈ ഒരു ബിൽഡിങ്സ് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് T47 വരുന്നത്. കറന്റ് സിനാരിയോയിൽ T47 നല്ലൊരു ടാഗ്, ജുഗ്രുവിന്റെ നല്ലൊരു ടാഗ് ഇട്ടിട്ടുണ്ട്. ബട്ട് ആ ഒരു പിക്ക് എടുക്കാൻ T47 സാധിച്ചില്ല. ജുഗ്രു അത് ഹീൽ ചെയ്തിട്ടുണ്ട്. ഓ ഏബൽ ജോസഫിനും നല്ലൊരു ജുഗ്രുവിന്റെ വീട് സ്പോട്ടിൽ നല്ലൊരു ടാഗ് ഇട്ടിട്ടുണ്ട്. ജുഗ്രു തല മാത്രമേ കാണുള്ളൂ, വെച്ചു കൊടുത്ത തല മാത്രമേ കാണുള്ളൂ. അവർക്ക് മുട്ട ആംഗിൾ അവിടുന്ന്. എന്താണ് വണ്ടിയുടെ മണ്ടയ്ക്ക് ചെയ്യാൻ പോകുന്നത്? കാരണം സമയം പൊക്കോണ്ടിരിക്കുകയാണ്. 20 മിനിറ്റാണ് ബാക്കിയുള്ളത്. 20 മിനിറ്റിൽ എന്താണ് T47 ചെയ്യാൻ പറ്റുന്നത്? T47 തിരിച്ച് 2 പിക്ക് എടുക്കാൻ സാധിക്കും. തിരിച്ച് 2 അല്ല 3 പിക്ക് എടുത്താൽ മാത്രമേ ടിവിയുടെ ഇൻഫ്ലുവൻസ് കുറയുകയുള്ളൂ. കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 100% ഇൻഫ്ലുവൻസും തിരിച്ച് ടിവിയെ എടുത്തിരിക്കുകയാണ്. എന്നാലും മിക്കവാറും ബാക്കിൽ കൊണ്ട് കുത്തി ഫൈറ്റ് എടുക്കാനും ട്രൈ ചെയ്യും, 2 സൈഡിൽ നിന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിടിച്ചതല്ലാന്നൊക്കെ പറഞ്ഞു സ്റ്റീവ്. ഇവിടെ ഭയങ്കര ഡിസഡ്വാൻറ്റേജ് അല്ലേ നീല? ജോഡക്സ് അശ്വരാണ് ഇവിടെ കളിക്കുന്നത്. ഖാലിദ് ഉൾപ്പെടെ 4 പേരാണ് തേർഡ് ട്രാക്ക് ഹോൾഡ് ചെയ്യുന്നത്. T47 നല്ലൊരു ടാഗ് ശബ്ദം കേട്ടു. ഏവലുമാണ് ആ ഒരു ടാഗ് കിട്ടിയിരിക്കുന്നത്. ബട്ട് ഒന്നും പിക്ക് എടുക്കാൻ പറ്റുന്ന പുഷോ ടാഗോ അല്ല. റേസ് ട്രാക്കിലോട്ടും പോവാം, മണി ട്രഫ് വരെ പുഷ് ചെയ്യാൻ ട്രൈ ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിൽ നിന്ന് അവരെ കൊണ്ട് പുഷ് ചെയ്യിപ്പിക്കുക. ഈ 2 വണ്ടി ബാക്കിൽ കുത്തി ട്രൈ ചെയ്യുക, അതായിരിക്കും അവരുടെ മോസ്റ്റ്ലി അവർ ട്രൈ ചെയ്യാൻ പോകുന്ന കാര്യം. ഒരു വണ്ടി താഴെ ഇറങ്ങി ഈ സൈഡിലത്തെ ബിൽഡിംഗ് വരാൻ. മോബിയുടെ അവിടെ ഓൺ ഫുട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് കുത്താൻ പറ്റട്ടെ. ആദ്യം പഠിച്ചു കിട്ടില്ല, പക്ഷെ ചെയ്യുന്നില്ല. എന്താടാ നീല കേട്ടില്ല? മൂവി നിൽക്കുന്ന അവിടെ അവർക്ക് ഓൺ ഫുട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് കുത്താൻ പറ്റില്ല. ടയറും കടിച്ചിട്ടില്ല. രണ്ടുപേരും ആംഗിൾസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ കറന്റ് സിനാരിയോയിൽ ചെയ്യാൻ പറ്റും. മൂവി നിൽക്കുന്നത് അവന്മാരെ ലെഫ്റ്റ് ആംഗിളും കൂടിയാണ് നമുക്ക് ചുമ്മാ അടിക്കുന്നത്. കാരണം അപ്പൊ ഞാൻ ലൈനപ്പ് ഇട്ടത് നീലില്ല, നീലനില്ല, വേറെ ആരൊക്കെ ഇല്ലാത്ത? നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത? അവര് ഒരു നീലമില്ല ബ്രോ. ഇവന് 33 PL ഇവന് കളിക്കാൻ പറ്റണില്ല. T47 കയ്യിലുള്ള ടിവിയെ ഓൾ ഡൗൺ ആക്കാൻ അല്ലെങ്കിൽ 3 പിക്ക് എടുക്കാൻ അത് കൂടെയുള്ള വേറെ ആരെയും നഷ്ടപ്പെടാതെ എങ്കിൽ മാത്രമേ ആണോ നീല് പറഞ്ഞത്? എന്താ അത് ആലോചിച്ചുകൂടാ? മോബി നിൽക്കുന്നിടത്ത് വണ്ടി കുത്തിയിട്ട് അവരുടെ ടയർ പൊട്ടിക്കാന്നാണ് അവൻ പറഞ്ഞത്. നല്ല ടാഗ് കിട്ടുന്നുണ്ട്. അവര് കറങ്ങുന്നു കിട്ടി. സ്നൈപ്പ് വീണു. ജുഗ്രു ഒരു പിക്ക് എടുത്തു, ഗിസ്ഡോ ഒരു പിക്ക് എടുത്തു, ജോഡക്സ് അശ്വിൻ ഒരു പിക്ക് എടുത്തു. പ്ലേയേഴ്സ് അവർക്ക് കുറെ പേര് കറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു നല്ലൊരു പുഷ് ഫ്രം ഫ്ലെക്സർ. നല്ലൊരു പുഷ് ഫ്രം 5-6 പ്ലേയേഴ്സ്. ഹിറ്റാച്ചി അസൻസിയോ ദാമോടെ കയറി ഹിറ്റാച്ചി ഡൗൺ ആയിരിക്കുകയാണ്. സ്റ്റീവ് ഒറ്റയ്ക്ക്
സ്റ്റീവ് അസ്രിയൽ ആ, ഒറ്റയ്ക്കാണ് right സ്റ്റീവ് വിഷയം അസ്രിയൽ delay ആയി എന്ത് പോയതാ. ചെയ്യാൻ സാധിക്കും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്റ്റീവ് അസ്രിയൽ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. നിൽക്കുന്ന ആ ഒരു ഏരിയ വളരെ ഏരിയയാണ്. പൊട്ടിത്തെറിച്ചാൽ ചത്തുപോകും. പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. മണ്ടയിലുണ്ട്. ജി, 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 തപ്പിക്കൊണ്ടാണ് കുഴപ്പമില്ല, അവരെല്ലാം കുഴപ്പമില്ല, നടക്കുന്നത്. കുഴപ്പമില്ല. സ്റ്റീവ് അസ്രിയൽ ഫ്ലെക്സറിനെ ഫയർ ചെയ്യുന്നുണ്ട്, അസൻസിയോ ഫയർ ചെയ്യുന്നുണ്ട്. സ്റ്റീവ് ഓ, അസ്രിയലിന്റെ എല്ലാരും കൂടി വന്നു. ഓ, nice try ചെയ്തു. പിക്ക് ഓഫ് ചെയ്തു. എടാ, ഒന്ന് കണ്ടു, കണ്ടു, കണ്ടു. ബാക്കിയുള്ള T47 players എടാ, സ്റ്റീവ് ഇല്ല, അസ്രിയലിനെ പിക്ക് ചെയ്തിരിക്കുകയാണ്. വേറെ ആരും Nice try, it's okay, it's okay. ജി, 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 ജി. ചെക്ക് ഇല്ല ചെയ്യുന്നത്. guys, നമ്മള് തിരിച്ചടിച്ചു തരും ഉറപ്പായിട്ടും. നമ്മള് അങ്ങനെ തിരിച്ചടിക്കും. ഈ ഒരു ജി, ജി, it's okay. Well ടർഫ് played. സിനാരിയോയിൽ T47 ജയിച്ചിരിക്കുകയാണ്. ടിവിയുടെ കയ്യിൽ നിന്നും ഈ ഒരു ടർഫ് ശ്ശെ, നല്ല കളിയായിരുന്നു. അവര് നന്നായിട്ട് കളിച്ചടാ. മാൻ ഡിസഡ്വാൻറ്റേജിൽ നന്നായിട്ട് കളിച്ചു. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, 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 കുഴപ്പമില്ല. ജി, 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 ജി. ഇനി എന്നാടാ നമ്മുടെ തിരിച്ച് ടർഫ് ഓപ്ഷൻ എന്നാ? നമുക്ക് സോൺ ഡിസഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് വന്നടാ. ഫ്രൈഡേ കാണുമെന്ന് തോന്നുന്നു. ഫ്രൈഡേ ആണ്. 2 ദിവസത്തേക്ക് കാണും. 2 ദിവസത്തേക്ക് കാണും. 3 ദിവസത്തിനുണ്ടോ അടുത്തത്? 4 ദിവസം. ആ, ഓക്കെ, ഓക്കെ. സോൺ ചതിച്ചാണ്. ഇറ്റ്സ് ഓക്കെ. അല്ലല്ലേ, സോൺ ചതിച്ചതല്ലടാ ഇത്. ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് സോണും എല്ലാം ബാക്കിയെല്ലാം കിട്ടി മര്യാദക്ക് വന്നാ നമ്മള് റൈറ്റ് റൊട്ടേഷൻ ഡിലേ ആയി പോയതാണ്. നമ്മുടെ റൈറ്റ് റൊട്ടേഷൻ ആണ് ഡിലേ ആയി പോയത് സത്യം പറഞ്ഞ. ഇതല്ല പ്രശ്നം, റൈറ്റ് റൊട്ടേഷൻ ആണ് നമ്മുടെ ഡിലേ ആയി പോയത്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. പ്രഡിക്ഷൻ പോയി. അതെങ്ങനെയാ തരുന്നത്? മാനേജിലാണോ തരുന്നത്? മാനേജ് എന്റെ സബ്മിഷൻ അതെങ്ങനെയാ കൊടുക്കുന്നേ? ഹലോ അളിയാ, ഒന്നെങ്കിൽ സ്ലാഷ് പ്രൊഡിക്ഷൻ അടിക്കുക അല്ലെങ്കിൽ മാനേജ് ക്ലിക്ക് ചെയ്യും. ആ എന്റെ സബ്മിഷൻ ആണോ കൊടുക്കണ്ടേ? ആ, ഓക്കെ, എന്റെ സബ്മിഷൻ കൊടുത്തിട്ട് ചൂസ് ഔട്ട്കം. ചൂസ് ഔട്ട്കം. ഡസ്റ്റർ 3 കിലോ എടുത്തില്ല. 3 കിലോ എടുക്കുമെന്നാണ് ചോദിച്ചത്. നോ പറഞ്ഞവർക്കല്ലേ അപ്പൊ കൊടുക്കണ്ടേ? ആ, നോ പറഞ്ഞു. അതെങ്ങനെ ചൂസ് ഔട്ട്കം? ആ, നോ ചൂസ് ഔട്ട്കം. പോയിന്റ് കിട്ടിയില്ല എല്ലാവർക്കും. 61% വിന്നേഴ്സ്. പോയിന്റ് കിട്ടി എല്ലാവർക്കും. വിളിക്കുന്നുണ്ടെന്നോ? എടാ വിളിക്കട്ടാ, ഞാൻ വിളിച്ചില്ല ജയിച്ചപ്പം. ഞാൻ തിരിച്ച് ജയിക്കുമ്പോൾ വിളിച്ചോളാം. ഞാൻ അതുപോലെ ഉണ്ടല്ലോ, മറ്റേ നമ്മൾ തോക്കുമ്പോൾ ഇരുന്ന് കുണച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ തോക്കുമ്പോൾ മാസ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് മറ്റേ അച്ചികളാ. തോറ്റാലും മെസ് അടിക്കുന്നത് അച്ചികളാ. ഞാൻ ജയിക്കുമ്പോൾ തിരിച്ചു പറഞ്ഞോളാം. ഞാൻ ജയിക്കുമ്പോൾ തിരിച്ചു പറയും. ഞാൻ ജയിക്കുമ്പോഴേ തിരിച്ചു പറയത്തുള്ളൂ. മറ്റേ തോക്കുമ്പോഴും മെസ് അടിക്കുന്നത് നമുക്ക് നമ്മുടെ ഇത് പോയില്ലേ ടർഫ്. അപ്പം തിരിച്ച് നമ്മൾ എടുക്കുമ്പം ഞാൻ തിരിച്ച് മെസ് അടിക്കും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അല്ലാതെ ഞാൻ മറ്റേ മൊണ്ണാളെ പോലെ തോറ്റാലും മെസ് അടിക്കൂല. പോയിന്റ് കിട്ടിയില്ല. റീഫ്രഷ് ചെയ്ത് നോക്ക്. വാർച്ചാറ്റ് ഞാൻ വാർച്ചാറ്റ് കണ്ടില്ല. നോക്കട്ടെ. എന്താ വാർച്ചാറ്റിലിട്ടെ? ഹലോ, ആ പറയൂ. എന്തായിരുന്നു വാർച്ചാറ്റിൽ വന്നേ ബ്രോ? ഞാൻ കണ്ടില്ല. കാണണ്ട, കണ്ടില്ലെങ്കിൽ കാണണ്ട. എന്തിനാ കാണുന്നത് ഇതൊക്കെ? ഒന്ന് എന്ത് വാർച്ചാറ്റ് വന്നതാണെന്നോ? ആ, ബാക്ക് അടിച്ച് നോക്കാൻ പോവാന്നോ ഈകളെ? ഞാൻ കാണട്ടെ. എനിക്ക് അതൊക്കെ കണ്ടാലേ ഒരു രസമുള്ളൂ ബ്രോ. എനിക്കതൊക്കെ കുറച്ചും കൂടെ ദേ മേളി പോടാ കൊട്ടവാസു. എന്തിനാണ് വെറുതെ നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടാ കൊട്ടവാസു, ഇതിന്റെ പേര് നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടുത്തോ. കൊട്ടവാണ വേന്നു